സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഒബ്ജക്റ്റീവ്സ്, പർപ്പസ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം പല കോമ്പറ്റേറ്റീവ് എക്സാമുകളും വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ ചോദിക്കുന്ന പോർഷൻസിൽ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത്. സോഷ്യൽ വർക്കിന്റെ 6 മെത്തേഡുകളിലെ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആയിട്ട് പറയുന്നത്. അപ്പം അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, സ്കോപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം എന്നതാണ് നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന്റെ ലക്ഷ്യം എന്താണ്? കൊനോപ്ക മെയിൻ ആയിട്ട് ചില ഒബ്ജക്റ്റീവ്സിന്റെ ചില പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രൂപ്പ് വർക്ക് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെയാണ് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികളും എന്താണ്? വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ അവരെ ആ വ്യത്യസ്തതയിൽ തന്നെ നിന്നുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് വർക്കിൽ ഒരാൾ മാത്രമല്ല, ഒന്നിലധികം ആളുകളുണ്ട്. അപ്പൊ ആ ആളുകൾക്കൊക്കെ എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്, അവരുടെ സ്വഭാവ സവിശേഷതകളാണുള്ളത്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കാനായിട്ട് അവർക്ക് തന്നെ അവരോട് തന്നെ എന്ത് അവര് വ്യത്യസ്തരാണ്, ആ വ്യത്യസ്തതയെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു എന്ത് വരണം? ഒരു തോന്നലുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയാ, അല്ലാതെ ഒരു ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ നേച്ചർ എന്ന് പറയുന്നതല്ല. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷത, അതൊരു പക്ഷേ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ കുറച്ച് കറക്ഷൻ വേണ്ട, കുറച്ച് മാറ്റങ്ങൾ അനിവാര്യത വേണ്ട ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം. എന്തുകൊണ്ട് പല രീതിയിലും അവരെന്തായിരിക്കും? വ്യത്യസ്തരായിരിക്കും. അപ്പൊ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ നമ്മൾ ആ വ്യത്യസ്തതയെ നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഗ്രൂപ്പ് വർക്ക് വരണം എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ എന്ത് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ഡെവലപ്മെന്റ് ഓഫ് എ സെൽഫ് ഓഫ് ബിലോങ്ങിങ്. അപ്പൊ അവർ ആ ഗ്രൂപ്പില് ഞങ്ങളും ഭാഗമാണ്, ആ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ഞങ്ങളും എന്നുള്ള ഒരു ഫീലിംഗ് ഓരോ വ്യക്തികൾക്കും വരണം എന്നുള്ളതാണ് ഡെവലപ്മെന്റ് ഓഫ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ബേസിക് ഡെവലപ്മെന്റ് ഓഫ് ദി കപ്പാസിറ്റി ടു പാർട്ടിസിപ്പേറ്റ്. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം സമൂഹത്തിൽ ഇൻവോൾവ് ചെയ്യാതെ മാറി നിൽക്കുന്ന പ്രത്യേക സവിശേഷതകളുള്ള വ്യക്തികൾ. അപ്പൊ എല്ലാവരെയും നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഗ്രൂപ്പ് വർക്കിന്റെ ഭാഗമായി വരുന്ന ആളുകളെ നമ്മൾ അവരൊരു ബേസിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഇൻക്രീസ് ഇൻ ദ കപ്പാസിറ്റി ടു കോൺട്രിബ്യൂട്ട് to decisions on the grounds of rational thinking and through group deliberation. അപ്പൊ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുക. അത് എന്തിലൂടെ? ഗ്രൂപ്പ് ഡെലിബറേഷനിലൂടെ, ഗ്രൂപ്പിന്റെ ചർച്ചകളിലൂടെ, പല രീതിയിലുള്ള ചർച്ചകളിലൂടെ ഒരു തീരുമാനത്തിലെത്തുക. ഒരാളുടെ ഒരു തീരുമാനം മാത്രമല്ല, നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ഒരു നല്ലൊരു ഡിസിഷൻ അവിടെ ഉണ്ടായി വരുന്നത്. പലപ്പോഴും നമ്മുടെ ഡിസിഷനിൽ ഒരാൾ ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഗ്രൂപ്പ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്തുണ്ടാവും? അതിനുള്ള ഒരു സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇനി ഇൻക്രീസ് റെസ്പെക്ട് ഫോർ ഡിഫറൻസസ് എമംഗ് പീപ്പിൾ. അപ്പൊ മറ്റുള്ളവരുടെ വ്യത്യസ്തതയെ ബഹുമാനിക്കാനായിട്ട് നമുക്ക് അതിനെ എന്താ പറയാ, ബഹുമാനിക്കാനും എന്നുള്ളതും ഇതിന്റെ ഒരു ഗ്രൂപ്പ് വർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് എ വാം ആൻഡ് ആക്സെപ്റ്റിംഗ് സോഷ്യൽ ക്ലൈമറ്റ്. അപ്പോൾ ഒരു സോഷ്യൽ ക്ലൈമറ്റിനെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഗ്രൂപ്പ് വർക്കിന്റെ എന്താണ് ഒരു പലർക്കും ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ചില വ്യക്തികൾക്ക് ഗ്രൂപ്പിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ല, ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യാനേ പറ്റുള്ളൂ. ശരിക്കും ഒരു മനുഷ്യന് സാമൂഹിക ജീവിത എന്ന നിലയിൽ ഒറ്റയ്ക്ക് നിലകൊള്ളാൻ എപ്പോഴും പറ്റില്ല. അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ഒരു വ്യക്തിയെ നമ്മൾ ഗ്രൂപ്പിലോട്ട് ചേർക്കുമ്പോൾ ആ സോഷ്യൽ ക്ലൈമറ്റ് ചിലപ്പോൾ പലപ്പോഴും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ കാര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഉള്ള ഒരു അതിനെയാണ് ഈ ആക്സെപ്റ്റിംഗ് സോഷ്യൽ ക്ലൈമറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റ് പറയുന്നത്, അടുത്ത ഒരു ടോപ്പിക് പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് വർക്കിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ്, ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി സ്കോപ്പ് എന്തൊക്കെയാണ്? ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമ്മൾ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? മറ്റുള്ളവരെ നന്നായി സഹായിക്കാൻ പറ്റും. ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട്
കൂടുതൽ ആളുകളും എങ്ങനെയാണ് അർബൻ ഏരിയയിലാണ്, അതായത് സിറ്റി ലൈഫാണ് കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബിസി വേൾഡ് ആണ്. അപ്പൊ പരസ്പരം ആളുകൾ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഐസോലേഷൻ, സെപ്പറേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം ഓഫ് ഐസൊലേഷൻ നമുക്ക് അവിടെ നിന്ന് ഒഴിവായി കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ ഇപ്പം ഒരു ഗ്രൂപ്പില് കിട്ടുന്ന ഒരു ഒരു ഡിഗ്നിറ്റി ഉണ്ട് അല്ലെ. നമ്മളെല്ലാവരെയും അംഗീകരിക്കുകയാണല്ലോ, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പൊ പലപ്പോഴും ഇപ്പൊ ഒരു എന്താ പറയാ, വണ്ണം, ഒരു എക്സാമ്പിൾ പറയാം, വണ്ണം കുറയ്ക്കുക, ഒബേസിറ്റി ഉള്ള വ്യക്തികളുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പിന്റെ ഒരു എയിം എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കുക, ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവരൊരു പക്ഷെ ഒരുപാട് സമൂഹത്തിൽ നിന്നും കളിയാക്കൽ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരോട് ഒരു മതിപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അവര് ഒരു ഗ്രൂപ്പിൽ, ഇങ്ങനെയുള്ളവരുടെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും, അവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും, അവർക്ക് എങ്ങനെ മറ്റൊരാളെ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും, റെഗുലർ എക്സസൈസ് ചെയ്യാനും അങ്ങനെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഡിഗ്നിറ്റി കിട്ടുന്നുണ്ട്, അയാൾക്കൊരു സ്ഥാനം കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് ഈ ഗ്രൂപ്പ് വർക്കിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇതിന്റെ ഒരു നല്ലൊരു സ്കോപ്പാണ്. ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രൊവൈഡ്സ് എ ന്യൂ ഹോപ്പ് ടു ദ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഡിസേബിൾഡ്, ഏജ്ഡ് പേഴ്സൺസ്. അപ്പൊ ഭാഗമാണ് അല്ലെ നമ്മുടെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുള്ള ആളുകളും. അപ്പൊ അവർക്കൊക്കെ അവരുടേതായ ഗ്രൂപ്പ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും, അവർക്കൊരു പുതിയ ഒരു പ്രതീക്ഷ നൽകാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ ഒരു നല്ലൊരു സ്കോപ്പാണ്. Social group helps to achieve democratic goals such as liberty, equality, fraternity and social justice. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. It provides recreation, the most valuable medicine for keeping oneself mentally healthy. റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഇതിന്റെ ഒരു ഭാഗമാണല്ലോ ഗ്രൂപ്പ് വർക്കിന്റെ. അപ്പൊ അത് ഏറ്റവും നല്ല എന്താ പറയാ, നല്ലൊരു നമുക്ക് മാനസികമായിട്ട് മെന്റലി ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു നല്ലൊരു കാര്യമാണ് ഇത് റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇനി സ്കോപ്പ് നോക്കുമ്പോൾ ഹ്യൂമൻ കപ്പാസിറ്റീസ് ആൻഡ് എബിലിറ്റീസ് ആർ സ്ട്രെങ്തൻഡ് ത്രൂ ദ ഗ്രൂപ്പ് വർക്ക്. നമ്മുടെ കപ്പാസിറ്റീസും നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസും അപ്പൊ ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യും ഗ്രൂപ്പ് വർക്കിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവർ ഷെയർ ചെയ്യും, അത് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ലിസണിങ് കപ്പാസിറ്റി നമ്മുടെ നല്ല രീതിയിൽ വരും. ഒബ്സർവേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഉള്ള പല രീതിയിലുള്ള ക്വാളിറ്റീസ്, കപ്പാസിറ്റീസും എബിലിറ്റീസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യപ്പെടാൻ ഈ ഗ്രൂപ്പ് വർക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഹെൽപ്സ് ഇൻ സോൾവിങ് സൈക്കോസോഷ്യൽ പ്രോബ്ലംസ്. പല രീതിയിലുള്ള സൈക്കോസോഷ്യൽ പ്രോബ്ലംസും എല്ലാതും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും പല രീതിയിലുള്ളതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് സഹായിക്കുന്നു. ഗ്രൂപ്പ് വർക്ക് ഓൾസോ മേക്സ് പീപ്പിൾ എക്കണോമിക്കലി സെൽഫ് ഡിപ്പെൻഡന്റ് ബൈ ഓർഗനൈസിംഗ് ട്രെയിനിങ് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പൊ പല ഗ്രൂപ്പ് വർക്കുകളും പല രീതിയിലുള്ള ഗ്രൂപ്പ് വർക്കും ഉണ്ടല്ലോ. ഇപ്പൊ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീർക്കാൻ സാധിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അപ്പോ ഇങ്ങനെ ഈ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നല്ല സ്കോപ്പുള്ള ഒരു സംഭവമാണ്. പല രീതിയിലും നമ്മുടെ ചുറ്റുപാടും ഗ്രൂപ്പ് വർക്കുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഗ്രൂപ്പ് വർക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? പർപ്പസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ഗ്രൂപ്പ് വർക്ക് മെയിൻലി സീസ് ദ സിറ്റുവേഷൻ ആൻഡ് ദ നീഡ്സ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ട്രൈസ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, മെയിൻ പർപ്പസ് എന്ന് പറയുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരാളുടെ മാത്രമല്ല, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എവറി ഇൻഡിവിജ്വൽ ദ ഗ്രൂപ്പ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് റെൻഡേഴ്സ് എവരിബഡി എ ഹെൽപ്പിംഗ് ഹാൻഡ്. Group work mainly sees the situation and needs of all the individuals and tries to solve the problems of all the individuals. A group fulfills the social desires and needs of each individual in the group. A social desire ne fulfill ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ മൊത്തത്തിലൊരു എയിം ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വലി ഓരോരോ എയിമുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, വണ്ണുള്ള ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഉദ്ദേശ ലക്ഷ്യം എല്ലാവരുടെയും ആ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ടോട്ടൽ ഇതെന്ന് പറഞ്ഞാൽ ആ വന്നിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും വണ്ണം കുറയ്ക്കണം, അവർ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ഇനി ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ റോൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നന്നായി വണ്ണം കുറച്ചിട്ട് അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പർട്ടിക്കുലർ ഹെൽത്ത് ഡിസീസ് ഉണ്ടായിരിക്കും, ഒരു ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടായിരിക്കും, അത് സോൾവ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പിന് മൊത്തത്തിലൊരു ഗോൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ ഗോൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് എ വോളണ്ടറി ഗ്രൂപ്പ് ഇൻ ദ സെറ്റിംഗ് ഓഫ് എ സോഷ്യൽ ഏജൻസി. സോഷ്യൽ ഏജൻസിയിൽ ഒരു വോളണ്ടറി ഗ്രൂപ്പ് ആയിട്ടാണ് ഗ്രൂപ്പ് വർക്ക് നടക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അതും അതിന്റെ ഒരു പർപ്പസ് ആണ്. വോളണ്ടറി ഇൻവോളണ്ടറി ആയിട്ടൊക്കെ ഗ്രൂപ്പുകളുണ്ട്.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് കണ്ടത്, പർപ്പസ് കണ്ടു, സ്കോപ്പ് കണ്ടു, ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കും, രണ്ടിലധികം ആളുകൾ ഉണ്ടായിരിക്കും. അവര് തമ്മിലുള്ള എന്താണ് കണക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുക, അതിന്റെ അതുവഴിയായിട്ട് ആ ഗ്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഗ്രൂപ്പിലെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പ്രോബ്ലംസും സോൾവ് ചെയ്യപ്പെടുന്നു. അതാണ് ഗ്രൂപ്പ് വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ 6 മെത്തേഡുകളിൽ ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ആയിട്ട് കാണാം. താങ്ക് യു.